ശ്രീ സുകുമാരൻ, ശ്രീ സുകുമാരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഗൃഹ സന്ദർശന പരിപാടി, അതും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പോകുന്നു, ജനങ്ങളുമായി എന്തെങ്കിലും ഭരണ നേട്ടം വിശദീകരിക്കുകയല്ല, അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നു എന്നുള്ളതാണ്. ഏത് പാർട്ടി ചെയ്താലും ആ ഒരു പ്രവർത്തനം നല്ലതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ വൈകിയ വേളയിലുള്ള ഈ പ്രവർത്തനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു എതിർപ്പ് മറികടക്കാൻ കഴിയുമോ? കേട്ടില്ല. അത് ഏതായാലും ഈ ഭരണം ഇപ്പം തീരാനായി. തീരാനാകുമ്പോ എന്തേലും പോയിട്ട് കാല് പിടിക്കാനൊന്നും വോട്ട് കൊടുക്കൂല ജനങ്ങള്. അതെ, ഇത് തീരാനാകുമ്പോ ഭരണം വോട്ട് കൊടുക്കൂല. താങ്കൾ പറയുന്നത് വൈകിപ്പോയി, നേരത്തെ ആയിരുന്നു തീർച്ചയായിട്ടും അതന്നെയല്ലേ ജനങ്ങളെ സേവിക്കേണ്ടവരാണെങ്കിൽ ഇതല്ല. ഇപ്പം ഈ ചോട്ടാ നേതാക്കന്മാർ ഇതെല്ലാം പാർട്ടി കളഞ്ഞത് വെറും ചോട്ടാ നേതാക്കന്മാർ അറിയാം ഞങ്ങള്. അത് മാത്രമല്ല, ഇപ്പം ഇന്ന് പയ്യന്നൂർ നടക്കുന്ന സംഭവം എന്താണെന്ന് സാറിന് അറിയോ? പറഞ്ഞോളൂ താങ്കൾ. അതെ, പയ്യന്നൂര് ഇയാളാ ഇന്ന് പുറത്താക്കേണ്ട പരിപാടി. ഇപ്പൊ ഏതാനും മിനിറ്റിനുള്ളിൽ പുറത്താക്കും അയാളാ. ഇത്ര വലിയ നല്ലൊരു നേതാവ് അയാൾ. അയാളെന്താ മോശക്കാരനായി ഇത്രയും കാലം പാർട്ടിയിൽ ഉണ്ടായിട്ട് അയാൾ സത്യം പറഞ്ഞുകൊണ്ട് അയാളെ പുറത്താക്കുന്നു. ഇതാണ് ഈ പാർട്ടിയുടെ അവസ്ഥ. അതാ ഇത് മനസ്സിലാക്കേണ്ട കഴിവ് പാർട്ടിക്ക് ഇല്ലെങ്കിൽ പാർട്ടി ഉപ്പ് വെച്ച നില പോലെ ഉണ്ടല്ലോ ഇനി അടുത്ത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ സുകുമാരൻ്റേത്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഗൃഹസന്ദർശന പരിപാടി കൊണ്ട് അതൊരു ഞങ്ങൾക്ക് ചില വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്, ജനങ്ങളാണ് ആത്യന്തികമായ അധികാരികൾ, അതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കണം, അങ്ങനെ തിരുത്തലും തയ്യാറാണ് എന്നൊരു സൂചന ജനങ്ങൾക്ക് നൽകാൻ CPM കഴിഞ്ഞിട്ടുണ്ടോ? നമസ്കാരം. ഈ ഗൃഹസന്ദർശനം കൊണ്ടൊന്നും ഇനി വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ജനങ്ങളുടെ ഉള്ളില് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ധാരണയുണ്ട്. ഇത് കേരളമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് രാഷ്ട്രീയത്തിൽ നല്ല പ്രവൃത്തി പരിചയമുള്ള ചില നേതാക്കന്മാരുടെ വായിൽ നിന്ന് വേണ്ടാത്ത കുറെ വർത്തമാനങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നേതാക്കന്മാർ അനാവശ്യമായ പ്രസ്താവനകൾ ഒഴിവാക്കിയാൽ തന്നെ പാർട്ടി ശക്തമാവും, ഏത് രാഷ്ട്രീയ പാർട്ടിയാണേലും. അപ്പോൾ വോട്ട് ചെയ്യേണ്ടത് ആർക്കാന്നുള്ളത് അവന്റെ മനസ്സിലുണ്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അതാത് വ്യക്തികളാണ്, അല്ല വീട്ടിൽ വന്ന് പറഞ്ഞാലൊന്നും വോട്ട് ചെയ്യണമെന്നില്ല. അത് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം, ഞങ്ങളൊക്കെ ഉറച്ചു നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരാൾക്കും ഞങ്ങളെ സ്വാധീനിച്ച് വോട്ട് ചെയ്യിക്കാൻ സാധിക്കില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കൾ ഒരു പഴയ CPM പ്രവർത്തകനായിരുന്നല്ലോ. ഈ പഴയകാല രീതി അനുസരിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കേട്ട് ജനങ്ങൾ തെറി വിളിച്ചാൽ ആ തെറിയും കേൾക്കാൻ പാർട്ടി പ്രവർത്തകർ ബാധ്യസ്ഥരാണ് എന്ന തരത്തിൽ അവരുമായി തർക്കിക്കാതെ അങ്ങനെ നിരന്തരം അങ്ങനെ ഒരു ജനസമ്പർക്കം നടത്താനുള്ള പരിപാടിയുടെ ഭാഗമായി പ്രധാന നേതാക്കളടക്കം ഈ വീട്ടിൽ പോയി ആളുകളെ കണ്ടത് ഏതെങ്കിലും തരത്തിൽ CPM ഗുണമാകുമോ? ഒരു ഗുണവുമില്ല. ആ കാലമൊക്കെ പോയിയാണ്. തെറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതായത് പഞ്ചാഗ്നി വ്യക്തി തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പരിഹാരമാകുമെന്ന് ചോദിച്ചോലെ ഈ തെറ്റ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ഇന്നിപ്പോ കണ്ട ഒരു DYP-കാരന്റെ വാട്സാപ്പിലോട്ട് സന്ദേശം വന്നിരിക്കുന്നത് കിരം വായിച്ചായിരുന്നു. അടൂർ പ്രകാശിനെ സോണിയാഗാന്ധിയെ പറ്റി ഒരു സന്ദേശം വന്നിട്ടുണ്ട്. ചാനലും അതിപ്പോ കാണിച്ചിട്ടുണ്ട്. എന്ത് വൃത്തികേടാ വിളിച്ചു പറയുന്നത്. ഇതൊക്കെ പാടില്ല. രാഷ്ട്രീയ ഭേദമായിക്കോട്ടെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. വളർന്നു വരുന്ന തലമുറയില് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.